സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഈ ദിവസങ്ങളിലെല്ലാം കേരളത്തിൻ്റെ എല്ലാ അഭിമാനമായി മാറിയ നമ്മുടെ എല്ലാ സന്തോഷത്തിന് കാരണമായ നമ്മുടെ പ്രിയപ്പെട്ട അനീതി എസ്തേർ മരിയ ടോമിയുടെ കൂടെയാണ്. എസ്തേറെ, ഈശോമിശിഹായെ സ്വീകരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, +1, +2, 10ാം ക്ലാസ്സുകളിൽ എല്ലാ വിഷയത്തിനും A+ നേടി ദൈവം ഒത്തിരി അനുഗ്രഹിച്ച കുഞ്ഞാണ്. അപ്പോൾ എസ്തേർ മരിയയുടെ കൂടെ കുറച്ച് സമയം എസ്തേർ മരിയയുടെ ജീവിതവും അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി ഞാൻ വന്നേക്കുന്നത്. അവരോട് സംസാരിക്കുകയല്ലേ കുറച്ച് സമയം. അപ്പോൾ മിടുക്കിയാണ്. ഞാൻ വന്നപ്പോൾ തന്നെ നല്ല സ്നേഹത്തോടെ നമ്മൾ സ്വീകരിച്ച് മിടുക്കി കുഞ്ഞാണ്. അപ്പോൾ എസ്തേറിൻ്റെ ജീവിതത്തിലൂടെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ കുറച്ച് സംസാരിക്കുന്ന സമയമാണ്. ദൈവം വളരെ വളരെ ഗിഫ്റ്റഡ് ആയ കുഞ്ഞാണ്. അപ്പോൾ എസ്തറെ, ഇപ്പോൾ പരീക്ഷയ്ക്ക് അല്ലേ, +1, +2, 10ാം ക്ലാസ്സിന് ഫുൾ A+ അല്ലേ? അപ്പോൾ ഇങ്ങനെ +2-ൽ അവസാനം റിസൾട്ട് വന്നപ്പോൾ എന്ത് തോന്നി? ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ പഠിത്തമൊക്കെ കണ്ട് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് എനിക്ക് നല്ല ഒരു മാർക്ക് കിട്ടുമെന്ന്. അപ്പം അത്രയും ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ മാത്സിൻ്റെ പരീക്ഷ കുറച്ച് പാടായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേടി തോന്നി, ഒരു വിഷയത്തിന് A+ പോയാലോ എന്നുള്ള. പക്ഷേ റിസൾട്ടൊക്കെ വന്നപ്പോൾ അതിനെല്ലാം മറികടന്ന് നല്ലൊരു റിസൾട്ട് കിട്ടി. A+ എന്നതിനേക്കാളും നല്ല മാർക്കും കിട്ടി. നല്ല മാർക്ക് കിട്ടി അല്ലേ? അപ്പോൾ സന്തോഷമായിരുന്നു. നല്ല സന്തോഷമായിരുന്നു, വീട്ടിലുള്ളവർക്കും എനിക്കും എല്ലാവർക്കും സന്തോഷം. എസ്തർ, ഇപ്പോൾ ഇത്രയും നല്ല മാർക്ക് കിട്ടി. അപ്പം അതിന് പിന്നിൽ എസ്തേറിനൊരു നല്ലൊരു പരിശ്രമം ഉണ്ടല്ലോ, അതെന്താണെന്ന് പറയാം. എങ്ങനെയാണ് ഇത്രയും നല്ലൊരു മാർക്ക് നേടിയത്? അതെങ്ങനെ എസ്തേറിന് ടൈം ടേബിള്? കാരണം ഇത് കേൾക്കുന്ന കുറേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് പഠിക്കാനാണ്. 10ാം ക്ലാസ്സുകാരാണ്, +2-കാരൊക്കെ പഠിക്കുന്നുണ്ട്, അവരുടെ മാതാപിതാക്കൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എസ്തറിൻ്റെ ജീവിതം ഒരു മാതൃകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പറയാം, എങ്ങനെയാണ് എസ്തർ പഠിച്ചിരുന്നത്, എങ്ങനെയാണ് സമയത്ത് ചെലവഴിച്ചതെന്നൊക്കെ പറയാമോ? എല്ലാവരെക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് എനിക്ക്. ഞാനാണെങ്കിൽ 10ാം ക്ലാസ് ഒരു പകുതിയൊക്കെ ആയപ്പോൾ വരെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അത്യാവശ്യം പഠിപ്പിക്കുന്ന കാര്യമൊക്കെ പഠിക്കും, അത്രേ ഉള്ളായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും മടുക്കും. അപ്പം മടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് പിന്നെ കിടന്നുറങ്ങും. എല്ലാ ദിവസവും അങ്ങനെ അല്ലെങ്കിലും മിക്ക ദിവസം അങ്ങനെ ആയിരുന്നു. അപ്പൊ പിന്നെ കുരിശോരയുടെ ഒക്കെ സമയമാകുമ്പോഴത്തേക്ക് എണീക്കും, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത്. രാത്രിയിലുള്ള പഠിത്തം എനിക്കുള്ളായിരുന്നു. ഞാൻ രാവിലെ എണീറ്റ് പഠിക്കുന്ന ഒരു കുട്ടിയേ അല്ല. എല്ലാവരും പറയുന്നത് ശരിക്കുള്ള പഠനം എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീറ്റിരുന്ന് പഠിക്കാനാ. പക്ഷെ എൻ്റെ മൈൻഡിൽ അത് കയറണമെങ്കിൽ രാത്രി പഠിച്ചാലേ ശരിയാവത്തുള്ളൂ. പിന്നെ ഈ 10ാം ക്ലാസ് ലാസ്റ്റൊക്കെ ആയ സമയത്ത് തന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, എക്സാമിനർ എന്നായിരുന്നു. അപ്പൊ അവർ എക്സാം വിന്നർ. അപ്പൊ അവരുടെ ആ ചാനല് ഒന്ന് ജസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിലിരുന്നൊന്ന് റിവിഷൻ ഒക്കെ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ അവരുടെ കൂടെ അങ്ങ് പോവായിരുന്നു. അവര് ഒരു 10 മണിക്കൂർ ഒരു ലൈവ് ഉണ്ട് നിർത്താതെ, രാവിലെ തുടങ്ങി രാത്രി 2 മണി വരെ. അതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ തരും. ആ വിഷയം ഫുള്ള് റിവിഷൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓർത്ത എന്നാ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് തുടങ്ങിയതാ. പിന്നെ ഞാൻ അത് കണ്ടിന്യൂ അവരുടെ കൂടെ തന്നെ ബ്രേക്ക് എടുക്കേണ്ട സമയത്ത് ബ്രേക്ക് എടുക്കും, ബാക്കി സമയം കാണും. എന്നിട്ട് ഇവരെല്ലാരും കിടന്നുറങ്ങുമായിരിക്കും 2 മണിയൊക്കെ ആകുമ്പോൾ. അപ്പൊ അതിന് മുന്നേ അമ്മ ജസ്റ്റ് വേണമെങ്കിൽ ലൈറ്റ് ചായ ഒക്കെ ഇട്ട് വെച്ച് അമ്മയും പിന്നെ കുറെ രാത്രി ആകുമ്പോൾ അവർ മടുക്കൂല, അപ്പൊ അവർ കിടന്ന് ഉറങ്ങും. പിന്നെ ഞാനിവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് ഞാൻ 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. അതിനുശേഷം പിറ്റേ ദിവസം താമസിച്ചാണ് ഞാൻ എണീക്കുന്നത്. ഇപ്പോഴും അതെ, എപ്പോഴും ഞാൻ താമസിച്ചാണ് രാവിലെ എണീക്കുന്നത്. രാവിലെ ഞാൻ ഇതുവരെ അങ്ങനെ എണീറ്റ് ഉറക്കളച്ച് പഠിച്ചിട്ടില്ല, രാത്രിയിലുള്ള പഠിത്തം മാത്രമേ. അപ്പൊ ഈ രാത്രി പഠനം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സ്നേഹമുള്ളവരെ, എനിക്ക് 2 മണിയൊക്കെ ഇരുന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ടാണല്ലേ. അത് പെട്ടെന്ന് ഇപ്പൊ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ വിചാരിക്കും പെട്ടെന്ന് ഇത് എല്ലാവരും കാണുമ്പോൾ ഇത് +2 A+ മേടിച്ചു, 10ൽ ഫൈനൽ A+ മേടിച്ചു. പക്ഷെ അതിന് പിന്നില് എസ്തേർ മരിയയുടെ വലിയൊരു ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എസ്തർ അതായിരിക്കും അവരോട് പറയാനുള്ളത് അല്ലേ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഉള്ള സമയം കിട്ടുന്ന സമയമില്ല, നന്നായിട്ട് പഠിക്കുക. നല്ല കാര്യം. എസ്തറെ, അപ്പോൾ എസ്തർ ഇങ്ങനെ സ്കൂളുകളിലൊക്കെ പോകുമ്പം ഇങ്ങനെ നമ്മുടെ സ്കൂളുകളിൽ അല്ലേ നമ്മൾ പഠിക്കുന്ന സമയത്തും എങ്ങനെ കൂട്ടുകാരുടെ നിന്നൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ടും അങ്ങനെയൊക്കെ എങ്ങനെയാണ് കുഞ്ഞിന് സൗഹൃദമൊക്കെ എങ്ങനെയായിരുന്നു? ഒരു സൗഹൃദമായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടീവാ. ഇപ്പം എല്ലാവരും ഓർക്കും ഞാൻ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നത് കൊണ്ട് എന്നെ കളിയാക്കും, എന്നെ മാറ്റി നിർത്തുന്നൊക്കെ. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവരെല്ലാം അവരുടെ ഒരു
എന്നെ കൂടത്തിലുള്ള ഒരു കുട്ടിയായിട്ട് എന്നെ വിചാരിച്ചത് കൊണ്ട് എന്നെ നല്ലപോലെ നോക്കി. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള വഴക്കൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു 2-3 ദിവസം കൊണ്ട് കഴിയാനുള്ളതൊക്കെ ആണെങ്കിൽ അതങ്ങ് കഴിയൊക്കെ ചെയ്യും. സാധാ കുട്ടികളെ പോലെ തന്നെ അവരെന്നെ നല്ല രീതിക്കാണ് നോക്കിയത്. നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. ടീച്ചേഴ്സ് ആയാലും അല്ലേ എല്ലാം സപ്പോർട്ടോടെ കെയറിങ്ങോടെ അല്ലേ. സ്കൂളിൽ പഠിച്ചത്? സ്കൂൾ എവിടെയായിരുന്നു? ഞാനിവിടെ സെന്റ് ജെറോംസ് HSS വെളയാങ്കുടി 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഇവിടെ തന്നെയാണ് പഠിച്ചത്. പിന്നെ എസ്തേർ മരിയയുടെ മമ്മി ടീച്ചറാണ് അല്ലേ? പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ അപ്പയുടെ പേര് ടോമി ജോസ്. പിന്നെ അമ്മ ഫിലോമിന സെബാസ്റ്റ്യൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. പിന്നെ 2 ചേച്ചിമാരുണ്ട്. മൂത്തത് അലീന മരിയ, രണ്ടാമത്തേത് മോനി മരിയ, പിന്നെ ഞാന്, പിന്നെ എന്റെ അനിയൻ ഡാനിയൽ ജോസ്. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുക. ഇത്രയാണ് ഇവിടെ ഇപ്പോൾ. അങ്ങനെ സന്തുഷ്ടമായ ഒരു കുടുംബമാണ്. അതെ അതെ. ഞാൻ സ്നേഹമുള്ളവർ, ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ എനിക്ക് തന്നെ ഒരു നല്ല സന്തോഷം തോന്നിയ വീടാണ്. അപ്പം എസ്തേർ മരിയയുടെ പപ്പയുണ്ടായിരുന്നു. അപ്പോൾ വളരെ സ്നേഹത്തോടുള്ള സ്വീകരണവും അതുപോലെ തന്നെ ഇവിടെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു സ്പിരിച്വൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷവും എല്ലാം ഒരു കുടുംബമാണ്. അത് എസ്തേർ മരിയയുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ശ്രദ്ധിച്ചില്ലേ അല്ലേ? പപ്പയുടെ മമ്മയുടെ പ്രാർത്ഥനയും അവരുടെ സപ്പോർട്ടും അല്ലേ? അത് അവർ കൂടെ നിന്നുകൊണ്ടാണ് നമുക്കിങ്ങനെ നല്ലൊരു വിജയം നേടിയത്. എസ്തറെ, അതുപോലെ തന്നെ നമുക്ക് ഈ എസ്തർ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് എസ്തറിന്റെ പ്രാർത്ഥന? എങ്ങനെയാണ് പരീക്ഷിക്കുമ്പോൾ പ്രാർത്ഥിക്കും? എങ്ങനെയാണ് രാവിലെ പ്രാർത്ഥിക്കും? എങ്ങനെയാണ് അതിന്റെ രീതി? എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ അപ്പയും അമ്മയും ഞങ്ങളെ 4 പേരെയും നല്ല പ്രാർത്ഥന വിശ്വാസത്തിലാണ് വളർത്തിയത്. അപ്പൊ ഞങ്ങള് എല്ലാ ദിവസവും കറക്റ്റായിട്ട് കുരിശ് വരയ്ക്കും. പ്രാർത്ഥനയുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്ന. അപ്പൊ വീട്ടിൽ ആർക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് എല്ലാവരും തുറന്ന് സംസാരിക്കും. അപ്പൊ ഓരോരുത്തരുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായവും കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത്. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് പ്രാർത്ഥിക്കുമെന്ന് വെച്ചാൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കത്തില്ല. പക്ഷെ നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴോ എന്തെങ്കിലും ഒരു സഹായം വേണ്ട വരുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, ഈശോയുടെ അടുത്ത്. പിന്നെ ഞാൻ എപ്പോഴും രാവിലെ എണീക്കുമ്പം ഞാൻ എണീറ്റ് വരുന്നത് പല്ല് വെച്ചിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കും കുറച്ച് സമയം. എല്ലാ ദിവസവും അങ്ങനെയാ. അതിപ്പോ ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അല്ലെ ഒരു ദിവസം പെട്ടെന്ന് എന്തെങ്കിലും എനിക്ക് ഒത്തിരി എണീക്കുമ്പോഴെ വിശക്കൊക്കെ ആണെങ്കിൽ നമ്മള് പല്ല് വെച്ച് ചായ കുടിക്കില്ല. അത് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ഭയങ്കര ഒരു വിഷമം പോലെ വരും. കാരണം ഇന്ന് ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ അല്ലെങ്കിൽ സംസാരിച്ചില്ലല്ലോ എന്ന്. പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അത് എൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ശീലമാണ്. അതെ, സ്നേഹമുള്ള ഇതുണ്ടോ? ഇത് വീട്ടിൽ എല്ലാവരും ഒരുമിച്ചുള്ള പ്രാർത്ഥനയല്ലേ എസ്തർ പറഞ്ഞതല്ലേ? പേഴ്സണലായിട്ട് ദൈവമായിട്ട് ഉള്ള ബന്ധമാണ് എസ്തറിന്റെ. രാവിലെ എഴുന്നേൽക്കുന്നു, അപ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവമായിട്ടുള്ള ബന്ധം. അതിന്റെ ഇതിന്റെ പ്രവർത്തികളെല്ലാം കഴിയുന്നു. അതിന് കിടക്കുന്നതിന് മുമ്പ് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നു. അപ്പൊ ഞാൻ പറയുന്ന സ്നേഹമുള്ളവരെ, നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കണം, അതിന്റെ കിടക്കുന്ന സമയത്തും പ്രാർത്ഥിക്കണം. അത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ടുവരും. അപ്പോൾ എസ്തറിന്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി നന്മകൾ ചൊരിഞ്ഞല്ലേ? അതെ, ആ ദൈവമായിട്ടുള്ള ബന്ധമാണ് ഇതെല്ലാം. ദൈവമായിട്ടുള്ള ബന്ധമാണ് അല്ലേ? തോന്നുന്നില്ലേ ദൈവമായിട്ടുള്ള ബന്ധം? എസ്തർ പറഞ്ഞിട്ടുണ്ട് ചില വചനങ്ങൾ എസ്തറിനെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വചനങ്ങൾ ഏതോ വചനമാണ് എസ്തറിന് ഏറ്റവും സഹായിക്കുക? ഒരു വചനം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ഒരു വചനമുണ്ട്. പിന്നെ വേറെ ഒരെണ്ണം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും, ഫിലിപ്പി 4:13. പിന്നെ അടുത്തത് വേറെ ഒരെണ്ണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മോട് ചേർന്ന് നിൽക്കും, ആ ഒരു വചനം. അങ്ങനെ കുറച്ച് വചനങ്ങളൊക്കെ നല്ല സഹായമായിട്ടുണ്ട്. പിന്നെ എല്ലാരും പറയും നമ്മളുടെ ഹാർഡ് വർക്ക് ഉണ്ട്, പക്ഷെ ആ ഹാർഡ് വർക്ക് സഫലമാണെങ്കിൽ അതിനൊരു അനുഗ്രഹം വേണം. അതുണ്ടെങ്കിൽ മാത്രം. ഇപ്പം എത്ര ഭയങ്കരമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ചിലപ്പോൾ ഉയർന്നു വരുമ്പം അവർക്കത് കിട്ടിയണമെന്നില്ല. അപ്പൊ അതിന് എല്ലാത്തിനും പുറകില് ദൈവസഹായം ഏറ്റവും ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മള് എല്ലാ ദിവസവും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കണം എന്നല്ല, നമ്മളുടെ ഓരോ കാര്യങ്ങളും എല്ലാം ദൈവമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അപ്പൊ ആ ദൈവത്തിനായിട്ട് നമുക്കൊരു ബന്ധം വരുമ്പോ അത് എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്തർ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ക്ലാസ് തരുമായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊരു ക്ലാസ് നമുക്കൊരു അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കുള്ള ക്ലാസ്സാണ് അല്ലെ? എസ്തർ ദൈവം ഉപയോഗിക്കുകയാണ് ദൈവ മഹത്വത്തിന് വേണ്ടിയും അനേകരെ ദൈവത്തിലോട്ട് അടുപ്പിക്കാൻ വേണ്ടിയും. എനിക്ക് തോന്നുന്നു എസ്തറിനെ ദൈവം ഉപയോഗിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ശക്തി എല്ലാവരോടും ഒഴുകട്ടെ. എസ്തറിന്റെ ജീവിതം മാതൃകയാകട്ടെ അല്ലെ? മാതൃകയാക്കണം ഒത്തിരി പേര് കേട്ടോ. എസ്തറിന്റെ സ്വപ്നങ്ങളിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ചെറിയ ദൈവം മനസ്സിലുള്ള താല്പര്യങ്ങൾ? സ്വപ്നങ്ങളല്ല, വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ഒരു ഡിഗ്രി എടുക്കണം, ബിടെക്. ആ ഡിഗ്രി എടുത്തിട്ട് സിവിൽ സർവീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ. ദൈവം അനുഗ്രഹിക്കും കേട്ടോ, എല്ലാ ദൈവം അനുഗ്രഹിച്ചോളൂ. അതെ,
എസ്തർ പാട്ട് പാടുമോ? എസ്തർ പിന്നെ വേറെ ഈ പഠനം അല്ലാതെ വേറെ എന്തൊക്കെയാ ചെയ്യുന്നത്? പഠനം അല്ലാതെ പഠനമല്ലാതെ ഞാൻ പാട്ട് പാടും, ഡാൻസ് കളിക്കും, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം എല്ലാം ഞാൻ ചെയ്യും. സകലകല വല്ലഭയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി എസ്തർ ഒരു പാട്ട് പാടാവോ? എസ്തർ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പാടാം. ആനന്ദമാണെനിക്കേശുവിൻ സാന്നിധ്യം, ആനന്ദമാണൻ ആത്മാവിന്, പുതു സൃഷ്ടിയായി എന്നെ തീർക്കുവാൻ വന്നിടും യേശുവിൻ സാന്നിധ്യമാനന്ദമേ. ആനന്ദമാണെനിക്കേശുവിൻ സാന്നിധ്യം, ആനന്ദമാണൻ ആത്മാവിന്. ആനന്ദമാണ് എനിക്ക് യേശുവിൻ സാന്നിധ്യം, എനിക്ക് യേശുവിൻ സാന്നിധ്യം, ആനന്ദമാണൻ ആത്മാവിന്, ആനന്ദമാണൻ ആത്മാവില്. സ്നേഹമുള്ളവർ, ഇത് നമുക്കറിയാം. ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം എസ്തർ ഇവിടെ കുടുംബം വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നു കേട്ടോ. പക്ഷേ എസ്തർ വളരെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ് നമ്മൾ അല്ലേ? അപ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ നിരാശപ്പെടേണ്ട അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഒരു പോരായ്മ ചെയ്തിട്ടുണ്ടോ? ചിലരൊക്കെ എസ്തർ ഞാൻ പറയണേ, ചില മുഖത്തൊരു കുരു വന്നു അപ്പത്തേക്ക് ഡൗൺ ആയി പോകുന്നുണ്ട്. അവിടെയാണ് എസ്തർ ഞങ്ങൾക്ക് മാതൃകയായിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഉള്ളിൽ എപ്പോഴും ദൈവത്തിൻ്റെ ആനന്ദവും സ്നേഹമായിട്ടാണ് എസ്തർ ജീവിക്കുന്നത്. അത് അനേകർക്ക് എനിക്ക് മാതൃകയാണ് കേട്ടോ. എനിക്ക് സന്തോഷമാണ് എസ്തറിനോട് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അനേകർക്ക് ദൈവാനുഗ്രഹം ഉള്ള കുഞ്ഞായിട്ട് എസ്തർ മാറുന്നറിഞ്ഞതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയാണ്. എസ്തറിനെ പോലെ ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിൽ, അതുപോലെ ഈ കുടുംബത്തിൽ, വീട്ടുകാരെന്നത് വീട്ടുകാരൻ്റെ ഇടയാൽ ഇടവക വെള്ളയാങ്കുടി ഇടവകയിൽ ഇടയാൾ എന്ന് പറയുന്നൊരു ഇടവകയിൽ ഈ ഒരു കുടുംബത്തിൽ ജനിപ്പിച്ച് അത് ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ട് നൽകിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ലോകത്തിന് മുഴുവൻ അതിന് തുടക്കമാണ്. സ്നേഹമുള്ള ഒരു കാര്യം പറയാം, തുടക്കമാണ്. ഇന്ന് നമ്മുടെ ഇടുക്കി വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. കണ്ടോ ദൈവം എങ്ങനെയാണ് ഉയർത്തുന്നത് അല്ലേ? അതെ. അപ്പം നന്ദി പറഞ്ഞാലും സന്തോഷിച്ചാലും നമുക്ക് തീരെയല്ല. അതെ. അപ്പോൾ ഒത്തിരി ഉയരങ്ങളോട് ദൈവം നടത്തട്ടെ. അപ്പോൾ കുറച്ച് സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി എന്തെങ്കിലും മോൾ പറയാനുണ്ടോ? ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ പിള്ളേരോടും പറയാനുള്ളത്. എന്തെങ്കിലും പ്രശ്നമോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ അതിനെ നമുക്ക് കാണാൻ പറ്റും. ഒരെണ്ണം പോസിറ്റീവായിട്ടും ഒരെണ്ണം നെഗറ്റീവായിട്ടും. ഇപ്പം കൂടുതലും എന്നെ പോലെ, അതായത് എനിക്ക് പറയാം എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അവരുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്നതെന്ന്. അപ്പം എന്നെപ്പോലെയുള്ളവർ കൂടുതൽ നെഗറ്റീവായിട്ട് ആലോചിക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കാണുകയും അത് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന വിജയമൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് പോസിറ്റീവായിട്ടങ്ങ് പോയാൽ മതി. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബുദ്ധി കുറഞ്ഞ കുട്ടികളെ, ബുദ്ധി കൂടിയ കുട്ടികളെ, അങ്ങനെയൊന്നും ഒരു വേർതിരിവില്ല. ഇപ്പം ചില സ്കൂളിലൊക്കെ പറയും ഇവന് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ടായിരിക്കും പഠിക്കാൻ ഇത്ര പാടും ഇതെന്ന്. പക്ഷെ നമ്മൾ സ്മാർട്ട് വർക്കിനേക്കാളും ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഹാർഡ് വർക്ക് എന്ത് ആണെങ്കിലും നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഒരു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വിജയം കിട്ടും. ഇപ്പം എല്ലാവരും പറയുന്ന ഫുൾ എ പ്ലസ്. അപ്പം ഞാൻ പറയുന്ന ഫുൾ എ പ്ലസ് എന്നതിനേക്കാളും ഫുള്ള് മാർക്ക് മേടിക്കുക. അതിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. നമ്മുടെ ആ ഒരു കഴിവിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലും എനിക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതും. പിന്നെ ഇപ്പം എല്ലാ മീഡിയാസിലും എല്ലാം ഞാൻ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ആരും അറിയപ്പെടില്ല. ഞാൻ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ പഠിക്കാതെ ഇരിക്കുമായിരുന്നു, സാധാരണ ഒരു കുട്ടിയെ പോലെ ആയിരുന്നെങ്കിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ള അതാണ്, നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാലും എനിക്ക് തോന്നുന്നു ഈ എസ്തർ മേരി പാടി പാടിയിട്ട് എനിക്ക് തോന്നുന്നു ആളുകൾ എനിക്ക് തോന്നുന്നു മനസ്സിൽ ആഗ്രഹിക്കുകയാണ്, ആളുകൾ ആഗ്രഹിക്കുന്നത് ഒരു പാട്ടുകൂടെ കേൾക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും പാട്ട് മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്നുണ്ടോ? ഒരു പാട്ടുകൂടെ പാടാവോ? ഒരു പാട്ടുകൂടെ പാടും കേട്ടോ. അപ്പോൾ ആളുകൾക്ക് സന്തോഷമാണ്. കാരണം പെട്ടെന്ന് തീർന്ന പോലെ അവർക്ക് ഫീൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു പാട്ട് പാടിക്കും. എൻ കൂടെ വേറും ഓ യേസുവേ, നീരെല്ലാം എന്നെ വാഴ മുടിയാതെ, എൻ പക്കത്തിലേരും ഓ യേസുവേ, നീരെല്ലാം എന്നെ വാഴ മുടിയാതെ, എൻ കൂടെ വേറും ഓ യേസുവേ,
முடியாது നീറില്ലാமல் ഞാൻ വാഴ മുടിയാതെ. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പാട്ട് നിങ്ങൾ കണ്ണടച്ചിരുന്ന് ശാന്തമായിട്ടൊരിടത്ത് പോയിരുന്നിട്ട് ഈ വീഡിയോയുടെ ഈ ഭാഗം മാത്രം നിങ്ങൾ കണ്ണടച്ചിരുന്ന് കേൾക്കണം കേട്ടോ. ആയിട്ടൊന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. അപ്പോൾ ഒത്തിരി നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം, എസ്തറിൻ്റെ പപ്പ ടോമിച്ചേട്ടൻ അല്ലേ, ടോമിച്ചേട്ടൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, രാജകീയ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ കമ്മിറ്റഡ് ആയ പേഴ്സൺ ആണ്. ഞാൻ എൻ്റെ അറിവനുസരിച്ച് എനിക്ക് മറ്റു പലരോടും അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആളിവിടെ സൈഡിലുണ്ട്, മാറി നിൽപ്പുണ്ട്. പക്ഷേ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി വളരെ കമ്മിറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് രാജകീയ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. ഒത്തിരി ആൾക്ക് നന്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നല്ല ഹാർഡ് വർക്കായ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർക്കുന്നു. ബാക്കിയുള്ളവരെ കുറിച്ച് പേഴ്സണായിട്ട് അറിയത്തില്ല. അവരിലുള്ള നന്മയാണ് ആദ്യം പാടിയ പാട്ട് എൻ്റെ അപ്പ എഴുതിയ പാട്ടാ, മറ്റേ ആനന്ദമാണ്. അതെ, അങ്ങനെ എഴുതും. എൻ്റെ പാട്ട് എഴുതും. ഈശോപ്പാട്ടാണ് കൂടുതലും ചെയ്യുന്നത്. പാട്ട് എഴുതും, കാസറ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ. ആള് തൽക്കാലം ക്യാമറയുടെ പിന്നിലോട്ട് നിൽക്കുകയാണ്. അവസരത്തിൽ ആള് മുന്നിൽ വന്ന് കാണും. നോക്കിയേ, ആനന്ദമാണ് ആനന്ദമാണ് ആ ഒരു വരികളൊക്കെ. ഇത് വെറുതെ ഒരു ഇന്റർവ്യൂ ഒന്നും അല്ലോ, ഇതൊരു ഷെയറിംഗ് ആണ്. ഒരു കുടുംബത്തിലുള്ള കുഞ്ഞിൻ്റെ ഷെയറിങ്, ഒപ്പനെ കുറിച്ചുള്ള ഷെയറിങ്, വീട്ടുകാരെ കുറിച്ചുള്ള ഷെയറിങ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 2 പാട്ട് നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് കേൾക്കണം കേട്ടോ. ഇത് ഞാൻ അറിഞ്ഞു, 2 പാട്ട് നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് കേൾക്കണം. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ 2-3 പ്രാവശ്യം ഇപ്പം ഇന്റർവ്യൂ നിർത്താന്ന് പറഞ്ഞ് ഇനി ഇപ്പം നമുക്ക് നിർത്തിയാലോ? അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, അവസാനമായിട്ട് നിങ്ങൾ പറയാണ്, നിങ്ങൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, ഇത് കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രതിസന്ധികളുണ്ടാവും, വേദനകളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, തീരില്ലാത്ത ദുഃഖങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത്? എസ്തർ മരിയെ പോലെ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം നിങ്ങളെ സംരക്ഷിക്കും, ദൈവം നിങ്ങളെ പരിപാലിക്കും. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം നിങ്ങളെ കൊണ്ടുവന്നോളൂ. നന്ദി. താങ്ക് യു.